എൻട്രോപ്പി എന്ന് പറയുന്നൊരു പദമുണ്ട്, ഒരു പ്രതിഭാസമുണ്ട്. കൂടുതലും ഫിസിക്സിലാണ് അത് പറയുക. എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലായിട്ട് ക്രമത്തിൽ നിന്ന് ക്രമമില്ലായ്മയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെയാണ് സൂചിപ്പിക്കുക. അത് നമുക്കറിയാം, നല്ല ചൂട് ചായ ഒരു കപ്പിലിരിക്കുമ്പോൾ അത് പുറത്ത് നമ്മൾ വെച്ചാൽ, ചൂടുള്ള ഒരു സ്ഥലത്തല്ലെങ്കിൽ അതിൻ്റെ ചൂട് ക്രമേണ നഷ്ടപ്പെടും എന്നുള്ളത്. അതാണ് എൻട്രോപ്പി. ഈ ക്രമത്തിൽ നിന്ന് ക്രമമില്ലായ്മയിലേക്ക് ഗ്രാജുവലായിട്ട് പോകുന്നതാണ് അത്. അല്ലെങ്കിൽ നിരന്തരം നമ്മൾ അതിലേക്കൊരു എനർജി കൊടുത്തുകൊണ്ടിരുന്നാലാണ് ആ ക്രമം നിലനിർത്താനായിട്ട് സാധിക്കുക. ഇത് ഫിസിക്സിൽ മാത്രമല്ല, ഏത് മേഖലകളിലും. ഒരു സാമൂഹികമായിട്ട് നോക്കിയാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ വ്യക്തികളെന്ന നിലയിൽ നമ്മൾ എടുത്ത് നോക്കുക, നമ്മുടെ ആത്മാവിൻ്റെ കാര്യം നോക്കുക. ഏത് സിസ്റ്റത്തിലായാലും ഈ എൻട്രോപ്പി എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ക്രമത്തിൽ നിന്ന് ക്രമമില്ലായ്മയിലേക്ക് ക്രമേണ കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളത്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിരന്തരം ആ സിസ്റ്റത്തിലേക്ക് ഒരു എനർജി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഈ ക്രമത്തിൽ നിന്ന് ക്രമമില്ലായ്മയിലേക്ക് പോകുന്ന സംഭവിക്കും. ഇന്ന് സുവിശേഷത്തിലും ഈ ക്രമത്തിൽ നിന്ന് ക്രമമില്ലായ്മയിലേക്ക് പോകുന്നതിനെ പറ്റി ഈശോ പറയുന്നുണ്ട്. അക്രമങ്ങൾ വർദ്ധിക്കുന്നതിനെ പറ്റി, സമൂഹത്തിൽ കിംവദന്തികൾ കേൾക്കുന്നതിനെ പറ്റി, യുദ്ധങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റി, പീഡനങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റി, അങ്ങനെ സമൂഹത്തിൽ ഇത്തരം പ്രവണതകൾ, ഈ ക്രമമില്ലായ്മ വർദ്ധിക്കുന്നതിനെ പറ്റി ഈശോ സൂചിപ്പിക്കുകയാണ്. അവിടെ ക്രമം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം തണുത്തു പോകാതെ നിരന്തരം ആ സമൂഹത്തിലേക്ക് സ്നേഹത്തിൻ്റെ ആ ഊർജം, വിശ്വാസത്തിൻ്റെ ഊർജം നൽകിക്കൊണ്ടിരിക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിച്ചാലാണ് ആ ക്രമം നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മാവിൻ്റെ കാര്യമായി കൊള്ളട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യമായി കൊള്ളട്ടെ, ഒരു വ്യക്തി എന്ന നിലയിലായിക്കൊള്ളട്ടെ, ഏത് മേഖലകളിലെടുത്താലും അവിടെ ഈ എൻട്രോപ്പി സംഭവിക്കാതിരിക്കാനായിട്ട്, ഈ ക്രമത്തിൽ നിന്ന് ക്രമമില്ലായ്മയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ഉള്ളിലെ സ്നേഹം തണുത്ത് ഉറച്ച് പോകാതെ നിരന്തരം ആ സിസ്റ്റങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് നിരന്തരം ആ സ്നേഹത്തിൻ്റെ എനർജി, വിശ്വാസത്തിൻ്റെ എനർജി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതൊക്കെ നമുക്ക് സാധിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിരന്തരം പങ്കെടുത്തും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം വായിച്ചും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ എനർജി നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് നൽകാനും ക്രമം നഷ്ടപ്പെടാതെ ജീവിക്കാനും നമുക്ക് സാധിക്കുക എന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.